അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അദ്ദീനു നസീഹത്ത്. ദീൻ എന്നുള്ളത് നസീഹത്താണ്, അത് ഗുണകാംക്ഷയാണ്. അള്ളാഹുവിനെ കൊണ്ടുള്ള ഗുണകാംക്ഷയും അള്ളാഹുവിൻ്റെ കിതാബിനോടുള്ള കിതാബും ഹദീസും അനുസരിച്ച് ജീവിച്ചു കൊണ്ടുമാണ് ഉള്ളതായ ഗുണകാംക്ഷയുമാണ്. അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും. 4 ഇമാമയങ്ങളിൽ ഒന്നിനെ പിന്തുടരൽ നിർബന്ധമാണ്. അങ്ങനെ നാം ഇത്തിബാഉ സുനനി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ നാം ഹയാത്താക്കുവാൻ നാം ശ്രമിക്കും. അങ്ങനെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാനും നാം ശ്രമിക്കുകയും കുല്ലുമൻ അലൈഹാ ഫാൻ, ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ്. ഒരിക്കലും നശിക്കാത്തവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു തആല മാത്രമാണ്. അവനെന്നും ശാശ്വതമായിട്ട് ജീവിക്കുന്നവനാണ്. സൃഷ്ടികളെല്ലാം മരിക്കുന്നതാണ്. അതുകൊണ്ട് നാം അത്തീഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും. അങ്ങനെ നാം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമായ മതം വിശുദ്ധമായ ഇസ്ലാം മാത്രമാണ്. വിശുദ്ധ ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം. ഏത് കാര്യമെടുത്താലും വിശുദ്ധ ഇസ്ലാമിൽ അതിൽ നിയമമുണ്ട്, അതിൽ എല്ലാമുണ്ട്. നിസ്കാരത്തിൽ വുളു എടുക്കുന്നത് പോലും അത് വൃത്തിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിന് വ്യായാമവുമാണ്. അങ്ങനെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള നേട്ടങ്ങളാണ് അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ.